ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർക്കും അനുഭാവികൾക്കും അവരുടെ ഇലക്ഷൻ ക്യാമ്പിനുമെല്ലാം അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം കൊടുക്കുന്ന ഒരു തീരുമാനം CPM എടുത്തു എന്ന് തന്നെ വിചാരിക്കണം. അതിലൊരു കാര്യമുള്ളത്, സാധാരണ നിലയ്ക്ക് ഇപ്പോൾ CPM അവിടെ എന്തായിരിക്കും തീരുമാനിക്കുക? ജാതി മത സമവാക്യങ്ങൾ പലതരത്തിലുള്ള അത്തരം പ്രയോഗ സാധ്യതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരാൾ എടുക്കും എന്നുള്ളതല്ലേ. അങ്ങനെ വേണ്ടതില്ല. പൂർണ്ണമായ രാഷ്ട്രീയ പോരാട്ടം എന്ന നിലയിൽ എടുക്കാമെന്ന് CPM വിചാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സ്വരാജിനെ പോലെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അതെനിക്ക് തോന്നുന്നു സമീപകാലത്തെങ്ങും CPM എവിടെ ആരും എടുത്ത് കാണാത്ത തരത്തിലുള്ള ഒരു തീരുമാനമാണെന്നാണ് എനിക്ക് തോന്നുന്നു. അതിനകത്തും ചില തരത്തിലുള്ള സമവാക്യങ്ങളൊക്കെ ആരോപിക്കാമെങ്കിലും ഇതൊരു ഒരു 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 രാഷ്ട്രീയ തീരുമാനമാണ്. ഒരു രാഷ്ട്രീയമായ ഒരാളെ എടുത്ത് കളത്തിൽ വെക്കലാണ്. ആ നിലയ്ക്ക് ഒരു പ്രത്യേകത ആ തീരുമാനത്തിലുണ്ടെന്ന് തോന്നുന്നു. രണ്ടാമത്തേത് PV അൻവറിനെ നമുക്കറിയാം. PV അൻവർ നിലമ്പൂരിലെയും ഇടതുപക്ഷക്കാരായ മനുഷ്യരുടെ ഒരു വൈകാരിക രൂപമുള്ള നേതാവായിട്ട് പ്രവർത്തിച്ചു പോകുന്ന ആളാണ്. അവരുടെ സൈബർ പോരാളി നേതാവ് എന്ന മട്ടിൽ നിൽക്കുകയും അതിൻ്റെ മാക്സിമത്തിൽ അതിനെ ആവേശഭരിതമാക്കി നിലനിർത്തുകയും ചെയ്ത ഒരാളാണ്. ഒരു ഘട്ടത്തിൽ അവർ തെറ്റി അദ്ദേഹം അപ്പുറത്ത് പോയിട്ട് എതിർപ്പാളയത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ആ രൂപത്തിലുള്ള ഒരു വൈകാരിക സ്വഭാവമുള്ള ഒരു ലീഡർ അവർക്കില്ലാതിരിക്കവേ ഏതെങ്കിലും ഒരു ഡോക്ടറോ സ്വതന്ത്ര സ്ഥാനാർത്ഥിയോ പെട്ടെന്ന് തീരുമാനിക്കുന്ന ഏതെങ്കിലും പ്രാദേശിക നേതാവ് പോരാ അവർക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. അവർക്ക് വേണ്ടതൊരു ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു നേതാവിനെയാണ്. സ്വന്തം എന്ന് നമുക്ക് ഉറപ്പിച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒരാൾ, ഞങ്ങൾക്ക് ഉറപ്പായും നായകരൂപിയായി മുന്നിൽ നിൽക്കുന്ന ഉറപ്പുള്ള ഒരാൾ, അങ്ങനെ ഒരാളെ CPM എടുത്തു വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ CPMൻ്റെ ലെഫ്റ്റിൻ്റെ ക്യാമ്പിന് ആ നിലയ്ക്കുള്ള ആത്മവിശ്വാസത്തിൻ്റെ പരമാവധി അത് കൊടുത്തിരിക്കുന്നു. എന്ന് വെച്ചാൽ അവർക്ക് അടിത്തറ ഇളകാൻ പോകുന്നില്ല. എന്ന് വെച്ചാൽ ലെഫ്റ്റിൻ്റെ വോട്ട് അവിടെ കിടക്കും, അത് പോകാൻ പോകുന്നില്ല. അത്രയും അവർക്ക് കോൺഫിഡൻസ് കൊടുത്തു. നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. മലപ്പുറം പോലൊരു സ്ഥലത്ത്, നിലമ്പൂർ ഒരു സ്ഥലത്ത് അൻവർ പോയാലും നമ്മൾ തോൽക്കാനില്ല, ജയിക്കാൻ ഫൈറ്റ് ചെയ്യാമെന്നൊരു ഫീൽ അവർക്ക് ഉണ്ടാക്കുന്നതിൽ വിജയിക്കാൻ പറ്റിയതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ LDFൻ്റെ ക്യാമ്പിന് നല്ല ആവേശം ഉണ്ടാവും.